ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായി വുമൺ ഡയറക്ടേഴ്സിനെ കുറിച്ചാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പനീസ് ആക്ട് 2013 പ്രകാരം, അതുപോലെ കമ്പനീസ് റൂൾസ് 2014 പ്രകാരം എല്ലാ ലിസ്റ്റഡ് കമ്പനികളും, അതായത് ലിസ്റ്റഡ് കമ്പനി എന്ന് വെച്ചാൽ എന്താണ്? ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനിയുടെ പേര് ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള കമ്പനികളാണ്. അപ്പോൾ ഏതൊരു ലിസ്റ്റഡ് കമ്പനിയും അല്ലെങ്കിൽ ഏതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിലും 100 കോടിക്ക് മുകളിൽ 100 കോടിയോളം പെയ്ഡ് ക്യാപിറ്റൽ ഉണ്ട് എങ്കിലും, അതുപോലെ 300 കോടിയോ അതിന് മുകളിലോ വിറ്റുവരവുണ്ട് എങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് ഒരു വുമൺ ഡയറക്ടറെങ്കിലും ആ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. 100 കോടിയോളം പെയ്ഡ് ക്യാപിറ്റലും 300 കോടിയോളം അല്ലെങ്കിൽ അതിന് മുകളിലോ ടേൺ ഓവറുമുള്ള ഒരു പബ്ലിക് കമ്പനിയോ അല്ലെങ്കിൽ ഏതൊരു ലിസ്റ്റഡ് കമ്പനിയിലും കമ്പനീസ് റൂൾസ് 2014 പ്രകാരം ഏറ്റവും ചുരുങ്ങിയത് ഒരു വുമൺ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇനി ആ വുമൺ ഡയറക്ടറുടെ പോസ്റ്റ് അല്ലെങ്കിൽ ആ വേക്കൻസി അല്ലേ, അവിടെയുള്ള ഒരു ഓഫീസ് വേക്കൻ്റായി കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒഴിഞ്ഞു കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഷാൾ ബി ഫിൽഡ് അപ്പ് ബൈ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിരിക്കണം? അവിടെ ഒരു വുമൺ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. അറ്റ് ദി ഏർലിയസ്റ്റ്, ഏറ്റവും നേരത്തെ, ബട്ട് നോട്ട് ലേറ്റർ ദാൻ നെക്സ്റ്റ് ബോർഡ് മീറ്റിംഗ്. അടുത്ത ബോർഡ് മീറ്റിങ്ങിന് മുന്നേ ഏറ്റവും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിരിക്കണം? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു വുമൺ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആസ് പെർ ദി കമ്പനീസ് ആക്ട് 2013 കമ്പനി നിയമപ്രകാരം എല്ലാ കമ്പനിയിലും, ഏതൊക്കെ കമ്പനിയിലാണ് 100 കോടിയോളം പെയ്ഡപ്പ് ക്യാപിറ്റൽ, 300 കോടിയോ അതിന് മുകളിലോ വിറ്റുവരവുമുള്ള ഏതൊരു കമ്പനിയിലും എന്ത് ചെയ്തിരിക്കണം? ഏതൊരു ലിസ്റ്റഡ് കമ്പനിയിലും ഏതൊരു പബ്ലിക് കമ്പനിയിലും എന്ത് ചെയ്തിരിക്കണം? ഒരു വുമൺ ഡയറക്ടറെങ്കിലും അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്. അടുത്തതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ ടൈപ്പാണ്. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. മൊത്തം ഡയറക്ടേഴ്സിൻ്റെ 2/3 ഭാഗം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. An independent director is a member of the board of directors. An independent director is a member of board of directors. സംശയമൊന്നുമില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ഒരു അംഗമാണ്. ഹു ഡസ് നോട്ട് ഹാവ് മെറ്റീരിയൽ റിലേഷൻഷിപ്പ് വിത്ത് കമ്പനി. കമ്പനിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള മെറ്റീരിയൽ റിലേഷൻഷിപ്പും ഇല്ലാത്ത ഒരു ഡയറക്ടറാണെന്ത്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. കമ്പനിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള മെറ്റീരിയൽ റിലേഷൻഷിപ്പും ഇല്ലാത്ത ഡയറക്ടറാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഫോർ കമ്പനീസ് എക്സിക്യൂട്ടീവ് ടീം. കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ടീമിൽ ഉൾപ്പെടാത്ത ആളാണ് ആര്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈസ് നോട്ട് ഇൻവോൾവ്ഡ് വിത്ത് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഏർപ്പെടാത്ത ആളാണ് ആര്? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്നറിയപ്പെടുന്നത്. To be able to list on certain exchanges. These are the requirements for the number of independent directors on the board. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കമ്പനിയുടെ പേര്, കമ്പനിയുടെ നെയിം, കമ്പനിയുടെ സെക്യൂരിറ്റിയെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ there are some requirements for the number of independent directors on the board. മൊത്തം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിശ്ചിത ശതമാനം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഏത് സമയത്ത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്. എ മെറ്റീരിയൽ റിലേഷൻഷിപ്പ് ഈസ് എ റിലേഷൻഷിപ്പ് ദാറ്റ് ക്യാൻ ഇൻ്റർഫിയർ വിത്ത് ദ എക്സസൈസ് ഓഫ് എ ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ്. മെറ്റീരിയൽ റിലേഷൻഷിപ്പ് എന്നറിയപ്പെടുന്നത് ഒരു ബന്ധമാണ്. ദാറ്റ് ക്യാൻ ഇൻ്റർഫിയർ വിത്ത് ദ എക്സസൈസ് ഓഫ് എ ഡയറക്ടേഴ്സ് ഇൻഡിപെൻഡൻറ്റ് ജഡ്ജ്മെൻറ്റ്. ഒരു ഡയറക്ടറുടെ സ്വതന്ത്രമായിട്ടുള്ള ജഡ്ജ്മെൻറ്റിനെ, തീരുമാനമെടുക്കുന്നതിനെ, വിധി തീരുമാനിക്കുന്നതിനെ വിധിന്യായത്തെ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നതാണെന്ത്? മെറ്റീരിയൽ റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നോർത്ത് വെക്കുക. ഇതാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ കുറിച്ച് പറയുന്നത്. പിന്നെ ബേസിക്കലി വി ക്യാൻ സേ ദാറ്റ്, അടിസ്ഥാനപരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഈസ് എ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് എ കമ്പനി. ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, ഒരു സ്വതന്ത്ര ഡയറക്ടർ എന്ന് പറയുന്നത് ഈസ് എ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. ഹു ഹെൽപ്സ് ദ കമ്പനി ഇൻ ഇംപ്രൂവിങ് കോർപ്പറേറ്റ് ക്രെഡിബിലിറ്റി ആൻഡ് ഗവേണൻസ് സ്റ്റാൻഡേർഡ്സ്.
ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോർപ്പറേറ്റ് ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, അതുപോലെ തന്നെ ഗവേണൻസ് സ്റ്റാൻഡേർഡ്, പ്രവർത്തനത്തിൻ്റെ, ഭരണത്തിൻ്റെ നിലവാരമൊക്കെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഹി ഓർ ഷീ, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അവനാവാം അല്ലെങ്കിൽ അവളാവാം, ഡസ് നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് വിത്ത് കമ്പനി, കമ്പനിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടായിരിക്കുകയില്ല. ദാറ്റ് മേ അഫക്റ്റ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഹിസ് ജഡ്ജ്മെൻറ്റ്. ഒരു വ്യക്തിയുടെ അവൻ്റെയോ അവളുടെയോ ജഡ്ജ്മെൻറ്റിനെ തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള യാതൊരു വിധത്തിലുള്ള മെറ്റീരിയൽ റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ടാവില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറും കമ്പനിയുടെയും ഇടയിൽ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എവറി ലിസ്റ്റഡ് കമ്പനി ഷാൽ ഹാവ് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദി ടോട്ടൽ ഡയറക്ടേഴ്സ് ആസ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു ലിസ്റ്റഡ് പബ്ലിക് കമ്പനിയിലും മൊത്തം ഡയറക്ടേഴ്സിൻ്റെ 1/3 എന്ത് ചെയ്തിരിക്കണം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞു വന്ന ചെറിയ മിസ്സിങ് വന്നാണ്, 2/3 അല്ല 1/3 ആണ്. അറ്റ്ലീസ്റ്റ് 2 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് നീഡഡ് ഇൻ ഫോളോയിങ് കേസസ്. താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് 2 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ ആവശ്യമായിട്ട് ഉണ്ട്. 1, പബ്ലിക് കമ്പനി ഹാവിങ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് 10 crore ഓർ മോർ. ഒരു പബ്ലിക് കമ്പനിയിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 കോടിയോ അതിന് മുകളിലോ ഉണ്ട് എങ്കിൽ ആ സമയത്ത് 2 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് മിനിമം ആവശ്യമാണ്. അതുപോലെ പബ്ലിക് കമ്പനീസ് ഹാവിങ് ടേൺ ഓവർ 100 crore ഓർ മോർ. ഒരു പബ്ലിക് കമ്പനിയുടെ ടേൺ ഓവർ 100 crore ഓർ മോർ അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ. അതുപോലെ പബ്ലിക് കമ്പനീസ് വിച്ച് ഹാവ് ഇൻ അഗ്രിഗേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ഡെപ്പോസിറ്റ് എക്സീഡ് 50 crore. ഒരു പബ്ലിക് കമ്പനിക്ക് 50 കോടിക്ക് മുകളിൽ അഗ്രിഗേറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ്, ഡിബഞ്ചേഴ്സ്, ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ട് എങ്കിൽ അവിടെയും 2 ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ആവശ്യമാണ്. അതുപോലെ തന്നെ ദ വേക്കൻസി ഷുഡ് ബി ഫിൽഡ് ആസ് ഏർലിയർ വിത്ത് ഓർ വിത്തിൻ 3 months. 3 മാസത്തിനുള്ളിലോ 3 മാസത്തിലും ഉള്ളിൽ അല്ലെങ്കിൽ അതിന് ഏറ്റവും നേരത്തെ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ വേക്കൻസി ഉണ്ടെങ്കിൽ, ഒഴിവുണ്ടെങ്കിൽ നികത്തേണ്ടതാണ്. അതുപോലെ ഈ സദർ ദാൻ മാനേജിങ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ ആർ നോമിനി ഡയറക്ടർ. അയാൾ എന്തല്ല, ഒരു മാനേജിങ് ഡയറക്ടറായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, ഹോൾ ടൈം ഡയറക്ടറായിട്ട് പരിഗണിക്കാൻ പറ്റില്ല, നോമിനി ഡയറക്ടറായിട്ട് പരിഗണിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് വുമൺ ഡയറക്ടറും രണ്ടാമത്തെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെ കുറിച്ചുമാണ്. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക്